നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നതോ റിച്ച് ആവുന്നതോ ഒന്നും എക്സ്ട്രീം ഹാബിറ്റ്സ് കൊണ്ടൊന്നായിരിക്കില്ല. അതായത് 4 മണിക്ക് എണീറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഡെയിലി 16 മണിക്കൂർ പഠിച്ച് അല്ലെങ്കിൽ വർക്ക് ചെയ്തോ എന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ ഒരിക്കലും സക്സസ്ഫുൾ ആവണമെന്നൊന്നുമില്ല. അതിൻ്റെ സീക്രട്ട് വളരെ സിമ്പിളാണ്. മൈക്രോ ഹാബിറ്റ്സ്, ചെറിയ എഫർട്ട്ലെസ് ആക്ഷൻസ് ആണ് നിങ്ങൾക്ക് ടൈം കഴിയുന്തോറും മാസീവ് റിസൾട്ട്സ് ഉണ്ടാക്കി തരുന്നത്. ഈ 16 മൈക്രോ ഹാബിറ്റ്സ് എൻ്റെ ഫിനാൻസ്, മൈൻഡ് സെറ്റ്, എൻ്റെ ഡെയിലി ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ. ഞാൻ സാഗർ മുരളി, എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കം ഇൻവെസ്റ്റർ ആൻഡ് എ പാർട്ട് ടൈം യൂട്യൂബർ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ടേക്ക് ആക്ഷൻ ബിഫോർ യു ഫീൽ റെഡി. ഒരുപാട് പേർ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിനായിട്ട് കാത്തിരിക്കും. അതിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും സേവിങ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു സ്കില്ല് പഠിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാം. നിങ്ങൾ എത്ര പഠിച്ചിരുന്നാലും ഒരിക്കലും മതിയായിട്ട് നമുക്ക് തോന്നില്ല. എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും അവർ 100% പഠിച്ച് പ്രിപ്പയർ ആവുന്നേ തന്നെയായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ കുറച്ച് സ്റ്റെപ്സ് ചിലപ്പോൾ നമുക്ക് അൺകംഫർട്ടബിളായിട്ട് തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ആ ആക്ഷൻ നമുക്കൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് തരും. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ നല്ല റിട്ടേൺ കിട്ടാനായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അന്നത് ആക്റ്റീവ് ആവാൻ 1 വീക്ക് ടൈം എടുക്കുമായിരുന്നു. ആ 1 വീക്ക് ടൈം കൊണ്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോടും യൂട്യൂബ് ചാനൽസിൽ നിന്നും എല്ലാം പഠിച്ചു. ചെറുതായി ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി. എൻ്റെ നോളജ് കൂടുന്നതനുസരിച്ചിട്ട് ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും കൂട്ടി. പെർഫെക്റ്റ് മൊമെൻറ്റിനായി വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ്ഫുൾ ഒന്നും ആവാൻ കഴിയില്ല. സ്റ്റാർട്ട് ചെയ്താലേ കഴിയൂ. സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. മറ്റുള്ളവർ എന്ത് പറയുന്നു കരുതി നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാതിരിക്കുന്നത് നമുക്ക് മാറ്റാൻ ഏറ്റവും പാടുള്ളൊരു ശീലമാണിത്. എങ്കിലും നമ്മൾ എപ്പോൾ തൊട്ട് അത് മാറുന്നോ അപ്പോൾ തൊട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തുടങ്ങും. ആ പേടി വിടും. നമ്മൾ എന്തു തന്നെ ചെയ്തിരുന്നാലും നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. റിയൽ ഗ്രോത്ത് ഉണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നാലേ മതിയാവും. ഇതിനായി ഞാൻ ചെയ്യുന്ന കാര്യം എന്തെന്നാൽ എനിക്കെൻ്റെ ഗോൾസ് ആണോ അതോ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും എന്ന് കരുതി അവർക്ക് വേണ്ടി ജീവിക്കുന്നതാണോ ഹാപ്പിനെസ് എന്ന് ഞാൻ ആലോചിച്ച് നോക്കും. എൻ്റെ ഹാപ്പിനെസ് തന്നെയായിരിക്കും എനിക്ക് ഏറ്റവും വലുത്. സോ അവർ എന്തായിരിക്കും വിചാരിക്കുന്നതെന്ന് ആലോചിക്കാതെ എൻ്റെ കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ നോക്കും. ആദ്യമൊക്കെ ഇതൊരു സെൽഫിഷ്നെസ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഒരുപാട് സമാധാനം ഉണ്ടാവും. അവോയ്ഡ് ദ യെസ് ട്രാപ്പ്. കുറച്ചുകൂടി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു പോയിൻ്റാണത്. മുൻപ് ആരെന്ത് ചോദിച്ചിരുന്നിരുന്നാലും ഞാൻ യെസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് നോ പറയാൻ അറിയില്ലായിരുന്നു. പക്ഷേ അത് കാരണം ഉണ്ടായ ഒരുപാടേറെ ഇഷ്യൂസ്, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ടൈം ഫോക്കസൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരിക എന്നിവയെല്ലാം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. ചിലപ്പോൾ എൻ്റെ മുന്നിൽ പല ഫിനാൻഷ്യൽ ഓപ്ഷൻസും പലരും കൊണ്ടുവന്നേക്കും. അതിലെനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നതൊക്കെ എനിക്ക് അന്ന് ഭയങ്കര രീതിയിലുള്ള ഡയലമായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും എൻ്റെ മുന്നിൽ ഒരു ഫിനാൻഷ്യൽ ഓപ്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ഓപ്ഷൻ എൻ്റെ ഗോൾസിന് ചേരുന്ന രീതിയിൽ ചേരുന്നതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. മോസ്റ്റ്ലി ഏതെങ്കിലും ബാങ്കിൻ്റെ ഏതെങ്കിലും സ്കീംസ് അല്ലാന്നുണ്ടെങ്കിൽ LIC പോളിസീസൊക്കെ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നാൽ സ്ട്രൈറ്റ് നോ ആണ്. കാര്യം അതിനൊക്കെ കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ വെറും 3%, 4% റിട്ടേൺ ഒക്കെ തന്നെ ആയിരിക്കും. സോ അത്തരത്തിലുള്ള ഓപ്ഷൻസൊക്കെ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പോൾ നോ പറയാൻ പഠിച്ചു. കാര്യം അതിനേക്കാൾ ഒരു 1-2 ഇരട്ടി നമുക്ക് റിട്ടേൺ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ക്രിയേറ്റ് മോർ ദാൻ യു കൺസ്യൂം. റിച്ച് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ പറയുന്നത് വെൽത്തിയായ ആൾക്കാർ അവർ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. വെറുതെ കണ്ടൻസ് കൺസ്യൂം ചെയ്യാതെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കൂ. അത് മേ ബി എഴുതുന്നതാവാം, അല്ലെങ്കിൽ കോഡിംഗ് ആവാം, ഓർ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. അതുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽസിനെയും നിങ്ങളുടെ അറിവിനെയും വളർത്തുന്ന എന്തും ആവാം. ഇന്നു മുതൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. മേ ബി 15 മിനിറ്റ്. അത് ഡെയിലി ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങളുടെ കൺസ്യൂം ടൈമിനേക്കാൾ നിങ്ങളുടെ ക്രിയേഷൻ ടൈം കൂട്ടിയാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി, കൂടുതൽ ഇൻകം, ഓർ മേ ബി നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ലേൺ സംതിങ് ന്യൂ അബൌട്ട് മണി വീക്ക്ലി. വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ നിങ്ങൾ കൂടുതൽ പഠിച്ചാൽ നിങ്ങൾ കൂടുതൽ ഏൺ ചെയ്യും. എല്ലാ വീക്കിലും അറ്റ്ലീസ്റ്റ് 1 അവർ ഞാൻ എന്തെങ്കിലും പഠിക്കാനായി മാറ്റിവയ്ക്കും. ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസ് കാണുക, ഫിനാൻഷ്യൽ റിലേറ്റഡ് ബുക്സ് വായിക്കുക. വലിയ എഫർട്ടൊന്നുമില്ല, പക്ഷേ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും. ഞാനിപ്പോൾ പഠിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. സ്റ്റോക്സിൻ്റെ ചാർട്ട്സ് വെച്ചിട്ട് പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ട് എങ്ങനെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം എന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. അത് കണ്ടെത്തി പഠിക്കുക. കൂടുതൽ പഠിച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ നമുക്ക് കൂടുതൽ കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും. ഡൈവേഴ്സിഫൈ യുവർ ഫിനാൻഷ്യൽ ലൈഫ്. നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ എപ്പോഴും മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കണം. എന്തെന്നാൽ നിങ്ങൾ ഏത് മില്യണയറിനെ എടുത്ത് നോക്കിയിരുന്നാലും അവർ അങ്ങനെയാണ് അവരുടെ വെൽത്തിനെ ഗ്രോ ചെയ്യിക്കുന്നത്. പേഴ്സണലി എൻ്റെ സോഴ്സസ് ഓഫ് ഇൻകം എന്നാൽ സാലറി, ഡിവിഡൻസ്, യൂട്യൂബ് ഇൻകം ആൻഡ് FD റിട്ടേൺസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു സെക്കൻഡ് ഇൻകം സ്ട്രീം ഉണ്ടാക്കാമെന്ന് നോക്കണമെങ്കിൽ നിങ്ങളുടെ സ്കിൽസ്, എക്സ്പീരിയൻസസ്, ഇൻട്രസ്റ്റ് ഒക്കെ ആലോചിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാനാവും എന്ന് ആലോചിക്കുക. ഒറ്റയടിക്ക് കുറേ ഇൻകം സ്ട്രീംസ് ഉണ്ടാക്കാൻ നോക്കാതെ അറ്റ് എ ടൈം ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതിനെ വളർത്തി അവിടെ നമ്മുടെ ശ്രദ്ധ വലുതായി ഇല്ലെങ്കിലും ആ ഇൻകം സ്ട്രീം ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ഇൻകം സ്ട്രീമിനെ പറ്റി ആലോചിക്കും. സെറ്റ് സ്പെസിഫിക് ഫിനാൻഷ്യൽ ഗോൾസ്. എല്ലാ വർഷവും ഞാൻ ഒരു വലിയ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്. ഈ വർഷം ഞാൻ കുറേ സേവ് ചെയ്യുമെന്ന് ഗോൾ സെറ്റ് ചെയ്യാതെ ഈ വർഷം ഡിസംബറിന് മുന്നേ ഞാൻ 1 ലക്ഷം രൂപ സേവ് ചെയ്യുമെന്ന് മാനേജബിൾ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക.
അത് സേവ് ചെയ്യാനായി ആ ഗോൾസിനെ മാനേജബിൾ ആയിട്ടുള്ള എമൗണ്ട്സായി പെർ മന്ത് ആലോചിക്കുക. മീൻസ് 1,00,000 രൂപ 12 മാസം കൊണ്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8,300 രൂപ പെർ മന്ത് ഞാൻ സേവ് ചെയ്യണം. അതുവഴി സൈക്കോളജിക്കലി നമുക്ക് ഗോൾസ് അച്ചീവബിൾ ആണെന്ന് തോന്നിക്കുക. ഇതുപോലെ എഫക്റ്റീവായിട്ട് ഗോൾസ് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാനായി എന്തൊക്കെ ആക്ഷൻസ് എടുക്കാമെന്ന് നോക്കുക. കീപ്പ് ആൻ ഐ ക്യാൻ ഡു ദിസ് ഫൈൽ. എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പേടി നിങ്ങൾ ഓവർകം ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയൊരു ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞു എങ്കിൽ അത് എഴുതി വയ്ക്കുക. ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങൾ ചിലപ്പോൾ അൺമോട്ടിവേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് എഴുതി വെച്ചിരുന്ന ആ നോട്ട്സ് എടുത്ത് വായിച്ച് നോക്കുക. നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങി, നിങ്ങളിപ്പോൾ എത്രത്തോളം മുന്നിലേക്ക് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഈ ചെറിയൊരു ഹാബിറ്റിന് പോലും നിങ്ങളുടെ ഏറ്റവും വലിയൊരു മോട്ടിവേറ്റർ ആവാൻ സാധിക്കും. ആസ്ക് ദ ക്വസ്റ്റ്യൻ. റീസെൻ്റ്ലി നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് 25% ഇന്ത്യൻ ഫാമിലീസും പണത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാറില്ല എന്നാണ്. പണത്തെപ്പറ്റി വീടിനുള്ളിൽ ഡിസ്കസ് ചെയ്യുന്നത് അത്രത്തോളം നല്ലതല്ല എന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു. കുട്ടികൾക്കൊക്കെ തന്നെ പണത്തെപ്പറ്റി സംസാരിക്കുക. ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരെ കൂടെ ഇരുത്തുക. ചിലപ്പോൾ നമ്മുടെ പണം എവിടെയാണ് ചോരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, അതെങ്ങനെ കുറച്ചും കൂടി സ്മാർട്ടായിട്ട് സേവ് ചെയ്യാനല്ല നമ്മളെക്കാൾ സ്മാർട്ടായിട്ടുള്ള നമ്മുടെ കിഡ്സ് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ പറയാം. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നന്നായിട്ട് പണം മാനേജ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുക എങ്ങനെയാണ് ക്യാഷ് മാനേജ് ചെയ്യുന്നതെന്നും അവർ മാനേജ് ചെയ്യുന്ന മെത്തേഡ്സ് എന്താണ്, അവരുടെ എക്സ്പീരിയൻസസ് എല്ലാം കേട്ട് നന്നായി മനസ്സിലാക്കുക. ഫോളോ ദ 2 minutes റൂൾ. എൻ്റെ ഈ ഒരു ശീലമാണ് എൻ്റെ ഫിനാൻസ് തന്നെ കംപ്ലീറ്റ്ലി മാറ്റിമറിച്ച്. അതായത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവാൻ 2 മിനിറ്റിൽ കൂടുതൽ ടൈം എടുക്കില്ല എന്നുണ്ടെങ്കിൽ ആ ടാസ്ക് അപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക. ഈ റൂൾ ഫോളോ ചെയ്യുക വഴി ഫിനാൻഷ്യലി എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഞാൻ പിന്നീടത്തേക്ക് മാറ്റി വെക്കുന്ന ശീലം ഞാൻ ഒഴിവാക്കി. അതുവഴി എൻ്റെ വെൽത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനുമായി. അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് എനിക്ക് കുറച്ചുകൂടി അധികം മ്യൂച്വൽ ഫണ്ട്സ് യൂണിറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാഷ് മറിച്ചിട്ട് എനിക്കൊണ്ട് വാങ്ങിച്ചിടാൻ കഴിയുന്നുണ്ട്. സോ അത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള 2 minutes റൂളാണ്. ഞാൻ ചിലപ്പോൾ മേ ബി എന്തെങ്കിലും കാര്യത്തിൽ തിരക്കിലായിരുന്നിരിക്കാം, പക്ഷേ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ആ സെക്കൻഡിൽ തന്നെ ഞാൻ അത് കയറി അങ്ങ് വാങ്ങിക്കാറുണ്ട്. സിംപ്ലിഫൈ യുവർ ഡിസിഷൻ മേക്കിംഗ്. മാർക്ക് സക്കർബർഗ്, സ്റ്റീവ് ജോബ്സ്, അവരെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്ഥിരം ഒരേ ടീഷർട്ടും ഒരേ കാറിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന അവരെ പറ്റിയിട്ട്. സോ എപ്പോഴും ഒരേ ഡ്രസ്സ് ഇടുന്ന വഴി ഡിസിഷൻ ഫെറ്റീഗ് നമുക്ക് ഒഴിവാക്കാനാവും. ആ എനർജി ടൈം ഒക്കെ നമുക്ക് മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റി വയ്ക്കാനാവും. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ വർക്കിംഗ് അവേഴ്സിലും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എല്ലാം. ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ 1-2 ടീഷർട്ടുകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നത്. ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ടീഷർട്ട് മാത്രമായിട്ട് ഷൂട്ട് ചെയ്യുന്നത് വഴി വേറെ ഡ്രസ്സ് നോക്കി സമയം കളയുന്നതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ആലോചിക്കാറില്ല. ഓൾസോ ഓരോ വീഡിയോയിലും ഓരോ ടീഷർട്ട് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചേരുന്ന വേറെ ഏതെങ്കിലും ടീഷർട്ട് വാങ്ങി അതിനുവേണ്ടി സമയമോ ക്യാഷോ ഒന്നും ഞാൻ സ്പെൻഡ് ചെയ്യാറുമില്ല. ദ 1% പ്രോഗ്രസ് റൂൾ. നമ്മുടെ പണം മാനേജ് ചെയ്യുന്നതിൽ ചെറുതും കൺസിസ്റ്റൻറ്റുമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക. അത് നമ്മുടെ എക്സ്പെൻസസ് കുറയ്ക്കാനാവാം, അത് സേവിങ്സ് റേറ്റ് കൂട്ടുന്നതാവാം, അതുമല്ലെങ്കിൽ നമ്മുടെ ഇൻകം റേറ്റ് കൂട്ടുന്ന എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു മെത്തേഡ് കണ്ടെത്തുന്നതിലാവാം. ഓരോ മാസവും വരുത്തുന്ന ഈ 1% ഇമ്പ്രൂവ്മെൻറ്റ് പോലും ചിലപ്പോൾ ആടപ്പായി പല നാളുകൾ കൊണ്ട് വളരെ വലിയ റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കാം. ഓട്ടോമേറ്റ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. വാറൻ ബഫറ്റ് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇൻകം വന്നു കഴിഞ്ഞ് സ്പെൻഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിനെ മാത്രം സേവ് ചെയ്യാൻ നോക്കരുത്. സേവ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുക. ഒരു എക്സാമ്പിളിന് എൻ്റെ സാലറി വന്ന ഉടനെ തന്നെ അതിൽ നിന്നൊരു ഫിക്സഡ് പോർഷൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിലേക്ക് എല്ലാ മന്ത്സും സേവ് ചെയ്യും. അതിന് മുന്നേ ഒരു പണവും സ്പെൻഡ് ചെയ്യാറില്ല. ഇതിനെ 2 രീതിയിൽ സഹായിക്കും. ഒന്ന്, ഞാൻ ഓർത്തില്ലെങ്കിലും എൻ്റെ ഫിനാൻസസ് ഓട്ടോമാറ്റിക്കലി വളർന്നുകൊണ്ടേയിരിക്കും, ഞാൻ ബിസി ആണെങ്കിലും ഞാൻ മറന്നു പോയാലും. 2, എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഇമ്പൾസ് ബൈയിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഷോപ്പിംഗ് ഡീൽ കണ്ട് ചാടി വീണ് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങാനുള്ള തോന്നൽ ഇതുവഴി എനിക്ക് മാറ്റിയെടുക്കാനായി. ഗിവ് യുവർ സെൽഫ് എ ഡോപ്പമൈൻ ഡീറ്റോക്സ്. മുൻപൊക്കെ ഞാൻ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിരുന്നത് തന്നെ സ്ക്രോൾ ചെയ്തിട്ടാണ്. സോഷ്യൽ മീഡിയ, നോട്ടിഫിക്കേഷൻസ്, കോൺസ്റ്റൻറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എൻ്റെ മൈൻഡ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ മോഡിലായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ലോ ഫോക്കസ്, ലെസ് പ്രൊഡക്ടിവിറ്റി, പൂർ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. സോ ഞാൻ ഡോപ്പമൈൻ ഡീറ്റോക്സ് ട്രൈ ചെയ്തു. ആവശ്യമില്ലാത്ത എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും ഞാൻ മാറി ഒരു ബ്രേക്ക് എടുത്തു. ആദ്യം ഒരു വീക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. ആദ്യത്തെ കുറച്ച് ദിവസം ഇത്തിരി അൺകംഫർട്ടബിൾ ആയിരുന്നു. അതിനുശേഷം മൈൻഡ് റിലാക്സ്ഡായി, ഫോക്കസ്ഡായി. അന്ന് സ്ക്രോൾ ചെയ്തിരുന്ന ആ ഒരു സമയത്തിന് പിന്നീട് ഞാൻ എൻ്റെ ബുക്കുകൾ വായിക്കാനും ഫിനാൻസിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സ്കിൽസ് പഠിക്കാനും ഒക്കെ ഞാൻ മാറ്റിയെടുത്തു. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് തിരിക്കാതിരുന്നാൽ തന്നെ നമുക്ക് നല്ല തീരുമാനം എടുക്കാൻ കഴിയും. ഡെയിലി വോക്ക് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻസ്. മുമ്പൊക്കെ ഞാൻ നടക്കുമ്പോൾ എന്തെങ്കിലും സ്ക്രോൾ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടോ ആയിരിക്കും നടന്നിരുന്നത്. പക്ഷേ ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടതിന് ശേഷം ട്രയലായി കുറച്ച് നാളുകൾ ഫോൺ ഉപയോഗിക്കാതെ നടന്നു തുടങ്ങി. ആസ് എ റിസൾട്ട് എൻ്റെ മൈൻഡ് കൂടുതൽ ക്ലിയർ ആവാൻ തുടങ്ങി. എൻ്റെ ഗോൾസ്, ഫിനാൻസസ് ആൻഡ് എൻ്റെ തീരുമാനങ്ങളെപ്പറ്റി ഞാൻ ഡീപ്പായിട്ട് തന്നെ ആലോചിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ നടത്തങ്ങളായി എൻ്റെ ഏറ്റവും നല്ല പ്രോബ്ലം സോൾവർ, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പുതിയ ഐഡിയാസ് ആൻഡ് എൻ്റെ അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ് ഹാബിറ്റ്സ് എല്ലാം ഞാൻ മനസ്സിലാക്കിയത് രാവിലെയോ വൈകുന്നേരമോ ഉച്ചയ്ക്കോ ഉള്ള ഇത്തരം നടത്തങ്ങളിലൂടെയാണ്. ഫണ്ട് ബജറ്റ്.
എൻ്റെ സാലറിയുടെ ഒരു ഫിക്സ് പെർസെൻറ്റേജ് ഞാൻ എപ്പോഴും ഫണ്ട് ബജറ്റിലേക്ക് മാറ്റാറുണ്ട്. ഇപ്പോൾ എൻ്റെ സാലറിയുടെ 5% ഞാൻ ഫണ്ട് ബജറ്റിലേക്ക് മാറ്റുന്നത്. അതിലുള്ള എമൗണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗിക്കാം. സിനിമ കാണാൻ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ, ഷോപ്പ് ചെയ്യാൻ, എന്തിനാണെന്നുണ്ടെങ്കിലും ആ പണം എനിക്ക് യൂസ് ചെയ്യാം. ആ പണം എൻ്റെ എൻജോയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്യാഷാണ്. അത് ചുമ്മാ ചിലവൊക്കെ തന്നെ വേണം. ഈ ഒരു ശീലം എനിക്ക് അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ് ചെയ്യാനുള്ള തോന്നൽ ഒഴിവാക്കി തരാറുണ്ട്. ഉറപ്പായും നിങ്ങളിൽ പലർക്കും ഷോപ്പിംഗ് അഡിക്ഷൻ ഉണ്ടാവും. എങ്ങനെ ഷോപ്പിംഗ് അഡിക്ഷൻ ഒഴിവാക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ചെക്ക് ദാറ്റ് ഔട്ട്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എന്നെ ഫിനാൻഷ്യലി കുറച്ചേറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എന്നെ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആക്കിയിട്ടുള്ള ആ 16 മൈക്രോ ഹാബിറ്റ്സ്. ഇത് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിച്ചേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഗിവ് എ ലൈക്ക് ടു നോ ഹൗ യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.